ഹലോ. ഓ വല്ലാതെ വിറയ്ക്കുന്നുണ്ടല്ലോ, എന്തു പറ്റി? അത് പണ്ടേ അങ്ങനെയാ. ഞാൻ ചെറുപ്പത്തിലൊരു പൂച്ചയെ കൊന്നിട്ടുണ്ട്, ചിലപ്പോ അതായിരിക്കും. നിങ്ങളിങ്ങനെ പേടിക്കാതെ. ഈ സിറ്റിയിൽ എന്നെ ആർക്കും അറിയില്ല. ആ കൂടി അറിയുന്നവര് ക്ലബിൽ വരുന്നവരാ. അവരെന്നെ പുറത്ത് വെച്ച് കണ്ട മൈൻഡ് ഏത്തും കൂടിയില്ല. അതുകൊണ്ട് ടെൻഷൻ വേണ്ട. അല്ല, സത്യത്തില് രാഹുലാണ് എന്നെ. ഓ, അപ്പൊ മിസ്റ്റർ മുകുന്ദൻ ഇതിനൊന്നും താല്പര്യമില്ല? അല്ല, ഞാന് അപ്പൊ താല്പര്യം ഉണ്ട്. എന്താ കൃഷ്ണേന്ദു? അല്ല, മുകുന്ദേട്ടന്റെ കാറ് ഇതെന്താ ഇവിടെ ഇപ്പോ? ഇനി രാഹുലിന്റെ കൂടെ എങ്ങാനും? ഏയ്, രാഹുൽ വീട്ടിലുണ്ടല്ലോ. പിന്നെന്താ ഇവിടെ? തീപന്തൽ രാജ്പൂത് സ്പീക്കിംഗ്. എടാ, ഇത് കൃഷ്ണേന്ദുവാ. ആ, ചേച്ചിയായിരുന്നാ? ചേച്ചി ആ ഡയാനയുടെ ഫീച്ചർ പോലും എനിക്ക് തരുന്നില്ല ചേച്ചി. ചേച്ചി, എനിക്ക് ഒറ്റ കുറ്റേ ഉള്ളൂ, ഞാൻ ചേച്ചിയുടെ ബന്ധുവായി പോയി. അയ്യോ, അതൊക്കെ പിന്നെ പറയാം. മൂന്നേട്ടനുണ്ടോ അവിടെ? നോക്കട്ടെ. ഇല്ല ചേച്ചി, ഇതുവരെ വന്നിട്ടില്ല. സുമി ഇവിടെ ഉണ്ട്, പക്ഷേ അയ്യോ ചേച്ചി, ദീപാറാണി എത്തിയിട്ടില്ല. ഭഗവാനെ, എന്റെ ചേച്ചിക്ക് നല്ലത് മാത്രം വരുത്തണമേ. എടീ, മൂന്നേട്ടൻ ഇതുവരെ ഓഫീസിൽ എത്തിയിട്ടില്ലെന്ന്. എന്റെ അമ്മ, ആ ദീപാറാണി വന്നിട്ടില്ലെന്ന്. നീ വന്നേ. അയ്യോ എടി, ഞാൻ പറയുന്നത് കേക്ക്. മുകുന്ദൻ ഇപ്പോൾ ഇത്ര എന്തിനായി കിടന്ന് ഓടുന്നേ? എക്സസൈസ്. ഇവിടെയോ? ആ, ഞാൻ എന്നും ഈ കോംപ്ലക്സിലല്ലേ എക്സസൈസ് ചെയ്യുന്നത്. നീ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാനൊരു 10 റൗണ്ടും കൂടെ ഓടിയിട്ട് വരാേ. ഞാൻ വരുന്നവരെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യണേ. പോയാ ശരിയാവില്ല. കൃഷ്ണേന്ദുവിന്റെ കാറ് കണ്ടിട്ടുണ്ടാവും. ഐഡിയ. എടി, മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിരിക്കും മുകുന്ദേട്ടൻ വന്നത്. അതെ, മറ്റെന്തോ ആവശ്യത്തിന് തന്നെ. ആ ആവശ്യം എന്താണെന്ന് എനിക്കും കൂടി അറിയണമല്ലോ. ഹലോ, അതെ, മുകുന്ദൻ മേനനാണ്. ആഹാ, ഓഹോ, എന്താ ഇവിടെ ഈ സമയത്ത്? അതും രാഹുലിനെ ഒഴിവാക്കിട്ട്. അല്ല, ഞാനൊരു പ്രസന്റ് മേടിക്കാൻ. പ്രസന്റോ? ആർക്ക്? ഒരു സ്ത്രീക്ക്. സ്ത്രീക്കോ? എന്റെ കൃഷ്ണേന്ദുവിന് സ്വന്തം മുകുന്ദേട്ടൻ. നിനക്ക് ഈ പ്രസന്റ് വാങ്ങാൻ വേണ്ടിയിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ നിനക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ പെട്ടെന്ന് മറ്റൊരു സ്ത്രീ എന്നൊക്കെ പറഞ്ഞത്. സോറി. ഇപ്പൊ എന്തായി? ഞാൻ പറയാറില്ല, ഒരു കാര്യം ആദ്യം അവസാനം അറിയാതെ എടുത്ത് ചാടാൻ പാടില്ല എന്ന്. ഓക്കെ, നിങ്ങളുടെ പർച്ചേസ് ഇറക്കട്ടെ. സോറി. ഓക്കെ ഓക്കെ, സോറി പ്ലീസ്. വാ. എന്റെ കുഞ്ഞിഷ്ണ, ഞാൻ നല്ലോണം കള്ളം പറയാൻ പഠിച്ചിരിക്കണു. പഴയതെല്ലാം ഞാൻ മറന്നു കേട്ടോ. അതെ, അവൻ ചാകാൻ നടക്കുന്നു എന്നൊക്കെ പറഞ്ഞത് ഉള്ളതാ. അതെ, അതിന് കല്യാണം കഴിച്ചവർക്കൊക്കെ അല്ലേ ചാകാനൊക്കെ തോന്നുള്ളൂ. ഇവൻ ബാച്ചിലർ അല്ലേ? ഞാൻ തിയറീസ് വെച്ചാ പറഞ്ഞു. എന്റെ തിയറികളൊന്നും തെറ്റാറില്ല. അവനെ രക്ഷിക്കാൻ പോയിട്ട് അവസാനം കുട്ടിയുടെ തിയറിയും തെറ്റി കൈക്കുഞ്ഞുമായിട്ട് കയറി വരരുത്. ഞാനിവിടെ ഇറക്കി വിടുവേ. ഇങ്ങനെ ഇറക്കി വിടും എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് പിടിക്കുന്ന എനിക്ക് ഇഷ്ടമാ. അതെ, ഈ ആത്മഹത്യക്ക് ശ്രമിക്കുന്ന എല്ലാരും കുട്ടിയെ രക്ഷിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ സത്യം പറയാലോ, എനിക്ക് ഒരു കാമുക ഉണ്ടായിരുന്നു. അവൾക്ക് പന്നിപ്പനി ഒന്ന് മരിച്ചുപോയി. ഞാനും ആത്മഹത്യക്ക് ശ്രമിക്കേണ്. നല്ല കാര്യം, ആത്മഹത്യ ചെയ്തോളൂ. നടക്കില്ല, നമുക്ക് ആ പൈപ്പ് ലൈൻ റോഡ് വഴി പോയാ മതിയായിരുന്നു. എന്താ ഷോർട്ട് കട്ടാ? അല്ല, അവിടെ ഒരുപാട് ഗട്ടറുണ്ട്. പെട്ടെന്ന് ബ്രേക്ക് ചെയ്യണം. അങ്ങനെ. താങ്ക്സ്, ഇതാ യുവാക്കൾക്ക് ഇഷ്ടം. ജോണേ, ഇറങ്ങി ബാടാ, ദാ വന്നടാ.
ഞാൻ വിളിക്കാം. ജോണേ ജോണേ പോഴുന്നേറ്റ് എനിക്കെന്തോ പോലെ വണ്ടി വന്നത് ഓർക്കുമ്പോ. ജോണേ, എടാ ജോണേ, ഇറങ്ങി വന്നാൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തി തരാം. ജോണേ, ഈ നിൽക്കുന്ന ആരെന്നറിയോ? പോയാ അപ്പുറത്ത് പോയടാ. എന്തിന്? ഒന്നിങ്ങോട്ട് വന്നേ, ദേ ജോൺ. ആരെങ്കിലും ഒക്കെ കാണുമെന്ന് നോക്കേ. ഇത് തന്നെ അവസരം. കുട്ടി, അവനെ തടയണ്ട. അവൻ ചാകുന്നെങ്കിൽ ചാകട്ടെ. കുട്ടിക്ക് ഞാനുണ്ടല്ലോ. ജോണേ, എടാ ജോണേ, എടാ ജോണേ, ജോണേ, ജോണേ. ഇവന് എന്റെ സ്വഭാവം നിനക്കറിയില്ല. അയ്യോ, ഭിത്തി മാറ്റാ. ജോൺ, ജോണിനെ ഞാൻ രക്ഷിക്കും. നേരം വെളുത്താന്തോ. അത് ശരി, എന്നെ ഉറക്കിട്ട് ഇവിടെ ഇതാണല്ലേ പരിപാടി. എഴുന്നേറ്റ് പോടാ, ബാക്കിയുള്ളവനെ അസൂയപ്പെടുത്താതെ. എന്നൊന്നും ഇപ്പം വെച്ചത് നീ എനിക്ക് ഇവിടെ സമാധാനം തരികയല്ലേ? ഡാടാ, എല്ലാം കഴിഞ്ഞിട്ട് സമാധാനം തരൂലെന്നാ ഓഫീസിൽ ഇരുന്ന് എന്നെ വിളിച്ചിറക്കൊണ്ട് വന്ന ഈ കുട്ടിയോട്. എന്നാത്തിന്? അതെ, എന്നതാ നിന്റെ ഉദ്ദേശം? എടാ, നിനക്ക് മനസ്സിലായില്ലേ? ഇത് മറ്റേ നിർത്തി. ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാ ആത്മാർത്ഥതയുള്ള ഒരു പുരുഷനെ കാണുന്നത്. മരിച്ചു പോയൊരു പെൺകുട്ടിക്ക് വേണ്ടി മരിക്കാൻ നടക്കുന്ന ഒരു പുരുഷൻ. രാവിലെ തുടങ്ങുന്ന പ്രേമം വൈകുന്നേരം അവസാനിപ്പിക്കുന്നവരാ മിക്ക ആണുങ്ങളും. എടി പെങ്കൊച്ച, നിന്നോട് ഞാൻ പറഞ്ഞതല്ലോ, ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ടല്ല, ആത്മഹത്യ ഫീച്ചർ എഴുതാൻ വേണ്ടിട്ടാ നടന്നേന്ന്. ഡാഡേ, അത് മനസ്സിലാക്കാനുള്ള സാമാന്യ വിവരം ഈ കുട്ടിക്കുണ്ട്. ഇത് ഉദ്ദേശം വേറെയാ. കുട്ടി ചെന്നോളൂ, ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. എടാ മണ്ട, അവള് നിന്നെ ആത്മഹത്യന്ന് രക്ഷപ്പെടുത്താൻ നടന്നെന്നാ നിന്റെ വിചാരം? എടാ, അവക്ക് നിന്നോട് പ്രേമാ. നീ ഒന്നും പറയണ്ട, അവള് നല്ല കുട്ടിയാ. അത് നിനക്കെങ്ങനെ അറിയാം? ഇല്ലെങ്കിൽ ഇന്ന് എന്റെ വലയിൽ അവള് വീഴണ്ടേ? നീ ഇങ്ങനെ സ്ത്രീ വിരോധിയായിട്ട് നടന്നിട്ട് ഒരു കാര്യമല്ല. എന്നായാലും നീ കെട്ടണം. പിന്നെ എനിക്ക് അവളെ അങ്ങോട്ട് കെട്ടിയാൽ ഒരു കുഴപ്പമില്ല. കെട്ടാന്ന് പറയാം അങ്ങോട്ട്. മൊബൈൽ നമ്പറൊക്കെ ഞാൻ വാങ്ങി തരാം. എനിക്ക് അറിഞ്ഞൂടെ കള്ളൻ. ഞാൻ ഏതായാലും നീ ആത്മഹത്യ ചെയ്യാൻ പോയ പാറയിലോട്ട് പോകണം. അവിടെ ആവുമ്പോ ഇവളുടെ ഏതെങ്കിലും കൂട്ടുകാരികൾ വരുമല്ലോ.